ഈ വേളയിൽ ഒരുങ്ങുമ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ, ഞങ്ങളുടെ ബിഷപ്പിനെ, ഞങ്ങളുടെ അച്ഛന്മാരെ, ശുശ്രൂഷകരെ എല്ലാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ബലത്തോട് ഞങ്ങളെ വഴി നടത്തിയാട്ട്, ശക്തി അഴിച്ചാട്ട്, വചനവുമായി നിൽക്കുന്ന അച്ഛനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പാടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ പ്രൊഫഷണൽസിനോത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ വഴി നടത്തിയാട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും ബലപ്പെടുത്തണം. യേശു കർത്താവിന്റെ അടിയങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന പാട്ട് നമുക്ക് കരങ്ങളടിച്ച് ചേർന്ന് പാടാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു ഗാനം കൂടെ നമുക്ക് ഏവർക്കും കരങ്ങളടിച്ച് ചേർന്ന് പാടാം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ എന്ന ഗാനം കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പാടാം. Santosha Koruna
ഇന്നത്തേക്കുള്ള പാഠഭാഗം അഖിൽ സാർ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. ഇന്ന് വൈകുന്നേരത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാഠഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പിൻ. പരിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പിൻ. അനന്തരം ഒരുത്തൻ വന്ന് യേശുവിനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനെയുള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണ്ണൻ ആകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. ഇങ്ങനെയുടെ ഇന്നത്തേക്കുള്ള പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്വപിതാവേ, ഇന്നൊരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് നന്ദി കരയറ്റാം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ആരോഗ്യത്തോടുകൂടി ഉണരുവാൻ ദൈവം നമുക്ക് ബലം നൽകി. നമ്മുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും കാത്തുപരിപാലിച്ച് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. നാം ആയിരിക്കുന്ന മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ വ്യാപരിച്ച ദൈവകൃപയെ നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് സ്തുതിക്കാം. ഇന്നും നാളെയും നടക്കുന്ന പ്രോഗ്രാമിൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നും നാളെയും നല്ല കാലാവസ്ഥ നമുക്ക് ലഭിക്കേണ്ടതിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുമേനി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുമേനിയിലൂടെ ലഭിക്കുന്ന നല്ല നേതൃത്വങ്ങളെ നന്ദിയോടുകൂടെ ഓർക്കാം. നമ്മുടെ CBHനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹായിടവക ഭാരവാഹികളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ കോൺഫറൻസ് ഏറ്റെടുത്ത് നടത്തുന്ന തോലശ്ശേരി ഇടവകയും ഇടവാംഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമായി ഈ കോൺഫറൻസിന് വേണ്ടി ചെലവിടുന്നവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിൽ പച്ചവെള്ളം കൊടുത്താലും ഇരട്ടിക്കുലിക്ക് വലിയ പ്രതിഫലത്തെ തരുന്ന ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ചുരിയേണ്ടതിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ പേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് കേൾക്കുവാൻ പോകുന്ന വചനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ 30, 60, 100 മേനിയായി വിളയുവാൻ തക്കവണ്ണം ആ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മളോട് തന്നെ ചിന്തിപ്പിക്കുന്ന, നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുന്ന വചനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം പ്രിയ അച്ഛനെ ശക്തീകരിക്കേണ്ടതിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആരെങ്കിലുമൊക്കെ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ആരോടും പറയുവാൻ കഴിയാതെ ഹൃദയത്തിൻ്റെ കോണിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തിരുസറിമ്പിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ, നമ്മുടെ മിഷൻ വയലുകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മിഷണറിമാരെ, സ്വമേധയാ പ്രവർത്തകരെ, എല്ലാ വൈദികരെ, ഉപദേശിമാരെ ഒക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവർ നല്ല ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ സമർപ്പിക്കാം. ഈ കോൺഫറൻസിൻ്റെ വിജയത്തെ ഓർത്തുകൊണ്ട്, നാളെ നടക്കുന്ന സെഷനുകളെ ഓർത്തുകൊണ്ട്, എല്ലാ ക്രമീകരണങ്ങളെയും ഓർത്തുകൊണ്ട്, ഇന്ന് കേൾക്കുവാൻ പോകുന്ന വചനത്തെയും ഓർത്തുകൊണ്ട്, നമ്മുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങളെയും ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ അനുമ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് വളരെ ചുരുക്കമായി പ്രാർത്ഥിക്കും.
സന്യസ്തരെയും ഇടവപ്പെട്ടക്കാരെയും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ യുവജന സുഹൃത്തുക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമ്മേളനത്തിന് ആതിഥേയം വഹിക്കുന്ന തോലശ്ശേരി സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആദ്യോടന്തം ഞങ്ങൾക്ക് എല്ലാ കൈത്താങ്ങളും തരുന്ന ഓരോ ചെറിയ കാര്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ യുവജന സമ്മേളനം ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമേ. ദൈവമേ, ലോകത്തിനെ ഐക്യത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും നയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തിന് പകരുവാനായി എല്ലാ യുവജന സുഹൃത്തുക്കളെയും പ്രാപ്തരാക്കണമേ. ദൈവമേ, ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ സമ്മേളനത്തിന് കൃപയും കരുണ നൽകുന്ന ദൈവത്തിനോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, കഴിഞ്ഞു പോയ സെഷനുകളും വന്ന് ഞങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ എടുത്ത എല്ലാവരും ഓർത്ത് സ്തുതിക്കുന്നു. അവരുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നീ സഹായിക്കണമേ. ദൈവമേ, വരുന്ന സെഷനുകളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ 4 ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാനും ഞങ്ങളുടെ ഹൃദയത്തിനെ രൂപാന്തരപ്പെടുത്തുവാൻ നീ സഹായിക്കണമേ. ദൈവമേ, ഇന്ന് രാത്രി നടക്കുന്ന എല്ലാ കാര്യപരിപാടികളെയും ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, ഈ ക്യാമ്പിൽ ആദ്യമുണ്ട് നിന്റെ കൃപ ഉണ്ടായിരിക്കണമേ. എല്ലാം യേശുനാമത്തിനെ ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എഴുതുന്നു. പിന്നെ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങ് ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്നാൽ ഞങ്ങൾ നന്ദി കരയറ്റുകയാണ്. ഈ കോൺഫറൻസിൽ നിന്നും മറ്റ് കർത്താവേ, അനേകർ ദൈവിക പാതയിലേക്ക് കടന്നു വരുവാൻ, കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇപ്പോൾ കേൾക്കുവാൻ പോകുന്ന വചനത്തെയും തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനവുമായി നിൽക്കുന്ന പ്രിയ അച്ഛനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥ, പ്രിയ അച്ഛനിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല വചനം കേൾക്കുവാൻ ശക്തീകരിക്കണം. സകലതും ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് വൈകുന്നേരത്തെ ഡിവോഷന് നേതൃത്വം നൽകുന്നത് വടകര സഭയുടെ ഇടവപ്പെട്ടക്കാരനായിരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റെവറൻ റെനി ജോൺ പുന്നനച്ചനാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ജ്ഞാനകീർത്തനം 13 കൂടെ പാർക്കാൻ നേരം വൈകുന്നതാ ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ ചേർന്ന് പാടാം. അതിനുശേഷം അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. തിരുവചനത്തെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ സ്വർഗീയ പിതാവേ, വചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പദവിക്കായി സ്തോത്രം. ഈ രാത്രിയിൽ തുറക്കപ്പെട്ട തിരുവചനവുമായി ഞങ്ങൾ ഇരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട വചനം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് നൽകണമേ.
സംസാരിപ്പാൻ ബലഹീനനാകുന്ന അടിയനെ ശക്തീകരിക്കുകയും കേൾക്കുവാൻ നിന്റെ ഈ ജനത്തെ ഒരുക്കുകയും ചെയ്യണമേ. യേശു മൂലം പ്രാർത്ഥിക്കുമ്പോൾ കൃപയുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സന്ധ്യാവന്ദനം. 105ാമത് യുവജന സമ്മേളനത്തിൽ വചന ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ അഭിവന്ദ്യ ബിഷപ്പിനോടും ബഹുമാനപ്പെട്ട സിബി മാത്യു അച്ഛനോടും മറ്റ് ചുമതലപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം നിത്യജീവനെക്കുറിച്ചുള്ള ഒരു യുവാവിൻ്റെ അന്വേഷണമാണ്. സമവീക്ഷണ സുവിശേഷങ്ങളായ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മത്തായിയാണ് ചോദ്യകർത്താവ് ഒരു യൗവനക്കാരനാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗലീലയിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം യേശു യോർദാൻ കടന്ന് യഹൂദ്യയിലെത്തി. അവിടെ വെച്ചാണ് ഈ യൗവനക്കാരനെ യേശു കണ്ടുമുട്ടുന്നത്. ഈ വേദഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നു, ഈ യുവാവ് ധനികനായിരുന്നു. എല്ലാ സുവിശേഷങ്ങളിലും അത് പറയുന്നുണ്ട്, ഈ യുവാവ് ധനികനായിരുന്നു. അറിവും സമ്പത്തും യുവത്വവും യേശുവിനെ കാണുവാനോ യേശുവുമായി സംസാരിക്കാനോ തടസ്സമല്ല എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ യുവാവും യേശുവും തമ്മിലുള്ള സംഭാഷണം ആത്മീയതയുടെ ചില തലങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് ഏതൊക്കെയാണെന്ന് വളരെ വേഗം പറഞ്ഞ് ഞാൻ ഈ തിരുവചന ധ്യാനം അവസാനിപ്പിക്കാം. ഒന്നാമതായി, യുവജനങ്ങൾ ഉറപ്പുള്ള ലക്ഷ്യങ്ങളുള്ളവരായിരിക്കണം. യുവജനങ്ങൾ ഉറപ്പുള്ള ലക്ഷ്യങ്ങളുള്ളവരായിരിക്കണം. 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. ഉറപ്പുള്ള ലക്ഷ്യങ്ങളാണ് ആത്മീയതയെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകം. താൽക്കാലിക ലക്ഷ്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. യേശുവിനെ കാണുവാൻ വന്ന ഈ യുവാവ് യേശുവിനോട് വളരെ ദൃഢതയുള്ള ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്: നിത്യജീവൻ പ്രാപിക്കണം. നിലനിൽക്കുന്ന ജീവനായിരുന്നു ആ യുവാവിൻ്റെ ലക്ഷ്യം. സമ്പത്തിൻ്റെയും അറിവിൻ്റെയും ലോകത്ത് ഈ യൗവനക്കാരനെ വ്യത്യസ്തനാക്കുന്നതും അതുതന്നെയാണ്. നിലനിൽക്കുന്ന ജീവനെ കണ്ടെത്താനുള്ള അവൻ്റെ അതിയായ ആഗ്രഹം. യുവത്വം ചലനാത്മകമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നിർഭാഗ്യവശാൽ ഈ യുവാവിനും അത് സംഭവിച്ചുവെന്ന് ഈ വേദഭാഗം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രലോഭനങ്ങളാണ് യുവസമൂഹത്തെ ലക്ഷ്യത്തിൽ നിന്നും അകറ്റുന്നത്. കൽപ്പനകളെ പ്രമാണിച്ച, ന്യായപ്രമാണത്തെക്കുറിച്ച് അഗാധമായ അറിവുള്ള ഈ യുവാവിൻ്റെ ലക്ഷ്യം തെറ്റിച്ചത് ധനത്തിൻ്റെ പ്രലോഭനമാണ്. സൗന്ദര്യവും സമ്പത്തും പദവിയും സൃഷ്ടിക്കുന്ന ധാരാളം താൽക്കാലിക ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ മായക്കാഴ്ചകളിൽ കണ്ണ് പതിക്കുമ്പോഴാണ് യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്നും നാം അകന്നു പോകുന്നത്. താൽക്കാലിക ലക്ഷ്യങ്ങളൊന്നും വേണ്ട എന്നല്ല, താൽക്കാലിക ലക്ഷ്യങ്ങൾ
നമ്മുടെ ഉറപ്പുള്ള ലക്ഷ്യത്തെ മാറ്റം വരുത്താതെ സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീക ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാണ്: യുവജനങ്ങൾ ഉറപ്പുള്ള ലക്ഷ്യങ്ങൾ ഉള്ളവരായിരിക്കണം. രണ്ടാമതായി, യുവജനങ്ങൾ നഷ്ടങ്ങളിൽ ലാഭം കണ്ടെത്തുന്നവരാകണം. യുവജനങ്ങൾ നഷ്ടങ്ങളിൽ ലാഭം കണ്ടെത്തുന്നവരാകണം. 21-ാം വാക്യം: സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. നിത്യജീവൻ തേടി യേശുവിൻ്റെ അടുക്കൽ വന്ന യുവാവിനോട് യേശു പറയുന്നത് തൻ്റെ യോഗ്യതകളാണ്. ന്യായപ്രമാണത്തിലെ കൽപ്പനകളെല്ലാം ഞാൻ കൃത്യമായി പാലിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തെ പറ്റി എനിക്ക് അഗാധമായ അറിവുണ്ട്. ആ ഒരു വലിയ അഭിമാനത്തോടെയാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ യുവാവ് സംസാരിക്കുന്നത്. യോഗ്യതകളെല്ലാം നിരത്തിയതിന് ശേഷം അഹങ്കാരത്തോടെ ഈ യുവാവ് യേശുവിനോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും കുറവ് എനിക്കുണ്ടോ? എല്ലാറ്റിലും ഞാൻ തികഞ്ഞവനാണ് എന്ന ധ്വനിയാണ് ഈ യുവാവിൻ്റെ വാക്കുകളിൽ നാം കാണുന്നത്. ഈ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി യുവാവിൻ്റെ മുഴുവൻ ധാരണകളെയും തെറ്റിക്കുന്നതായിരുന്നു. സൽഗുണപൂർണനാകുവാൻ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. സകലത്തിലും യോഗ്യൻ എന്ന് കരുതിയ യുവാവിനോട് യേശു പറഞ്ഞു, നീ സൽഗുണപൂർണനല്ല. സൽഗുണപൂർണനാകാൻ യേശു പറഞ്ഞു കൊടുത്ത വഴിയും അതിലേറെ കഠിനമായിരുന്നു. നിന്റെ സമ്പത്ത് നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. സമ്പത്തിൽ മാത്രം ആശ്രയം വെച്ച ഈ യുവാവ് ഈ മറുപടി കേട്ടപ്പോൾ ഇനി സൽഗുണപൂർണനും ആകണ്ട, നിത്യജീവനും വേണ്ട എന്ന മനോഭാവത്തോടെ തിരികെ പോയി. പ്രിയമുള്ളവരെ, ലാഭനഷ്ടങ്ങളുടെ കണക്കുകൂട്ടലിൽ നഷ്ടം തെളിഞ്ഞു വന്നപ്പോഴാണ് ഈ യുവാവ് മടങ്ങിപ്പോയത്. നഷ്ടമാക്കാതെ ഒന്നും നേടാനാകില്ല എന്ന് യേശു നമ്മയും പഠിപ്പിക്കുന്നു. ലാഭങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുകയും ലാഭമുണ്ടാക്കാൻ വേണ്ടി എന്ത് പാതകവും ചെയ്യാൻ മടിയില്ലാത്ത പുതുതലമുറയുടെ മധ്യത്തിൽ ജീവിക്കുന്ന നമ്മോടും യേശു ആവശ്യപ്പെടുന്നത് ഇതാണ്: നഷ്ടങ്ങളിൽ ലാഭം കണ്ടെത്തുന്നവരാകണം നാം. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമതും അവസാനവുമായി, യുവജനങ്ങൾ നന്മയെ പിന്തുടരുന്നവരാകണം. യുവജനങ്ങൾ നന്മയെ പിന്തുടരുന്നവരാകണം. 22-ാം വാക്യം: യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. സമ്പത്തിനോടുള്ള അതിയായ ആഗ്രഹവും കർത്താവിനെ അനുഗമിക്കാനുള്ള വിമുഖതയുമാണ് വന്ന വഴിയെ തിരികെ പോകാൻ ഈ യുവാവിനെ പ്രേരിപ്പിച്ചത്. ഈ മടങ്ങിപ്പോക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യം: അനുഗമനം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യം അല്ല. അനുഗമനത്തിന് ഒരുക്കം ആവശ്യമാണ്. അനുഗമനത്തിന് തീരുമാനം ആവശ്യമാണ്. അനുഗമനത്തിന് രൂപാന്തരവും ആവശ്യമാണ്. വള്ളവും വലയും വിട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെട്ട ശിഷ്യന്മാർ രൂപാന്തരത്തിൻ്റെ പ്രതീകങ്ങളാണ്. അവരെ നമ്മൾ നോക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. അവർക്ക് തീരുമാനമുണ്ടായിരുന്നു, അവർക്കൊരുക്കമുണ്ടായിരുന്നു, അവർക്ക് രൂപാന്തരവും ഉണ്ടായിരുന്നു.
സമ്പന്നനാണ് എന്ന ഉൾവിളിയാണ് യേശുവിനെ അനുഗമിക്കാതെ തിരികെ പോകുവാൻ ഈ യുവാവിനെ പ്രേരിപ്പിച്ചത്. ഇന്നും പ്രസക്തമായ ചില ചോദ്യങ്ങളാണ്: നന്മയെ പിന്തുടരണോ, സമ്പത്തിനെ പിന്തുടരണോ? സമ്പത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പിന്നാലെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈ വേദഭാഗം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഒന്നെങ്കിൽ നമ്മുടെ നിയന്ത്രണം മുഴുവൻ കർത്താവിനെ ഏൽപ്പിച്ച് കർത്താവിൻ്റെ വഴിയെ നമ്മൾ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ സമ്പത്തിന് കീഴടങ്ങി ധനത്തിൻ്റെ പുറകെ പോകണം. ഇതിൽ രണ്ടാമത്തതാ സുഖകരമായ വഴി. ആ വഴിയാണ് ഈ യുവാവും തിരഞ്ഞെടുത്തത്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നന്മയെ പിന്തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം. അനുഗമനത്തിനായി ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. സുഖകരമായ സമ്പത്ത്, ജോലി, ആഡംബരം, ധൂർത്ത് എന്നിങ്ങനെയുള്ള വഴികളൊക്കെ നമ്മളെ മാടി വിളിക്കുമ്പോൾ നന്മയെ പിന്തുടരണമെങ്കിൽ നമുക്ക് ദൈവകൃപയും ദൈവശക്തിയും അത്യാവശ്യമാണ്. ആത്മീയ അനുഭവങ്ങളിലൂടെ യുവജനങ്ങൾ നേടിയെടുക്കേണ്ടത് നന്മയെ പിന്തുടരാനുള്ള ആത്മബലമാണ്. യുവജനങ്ങളുടെ ആത്മീയത കടന്നു പോകുന്ന പാതകളും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളുമാണ് ഈ വേദഭാഗത്ത് നാം കണ്ടത്. യേശുവും ഈ യൗവനക്കാരനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ആത്മീയതയുടെ 3 തലങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ഒന്ന്, നാം ഉറപ്പുള്ള ലക്ഷ്യങ്ങളുള്ളവരായിരിക്കണം. 2, നഷ്ടങ്ങളിൽ ലാഭം കണ്ടെത്തുന്നവരാകണം. 3, നന്മയെ പിന്തുടരുന്നവരാകണം. അങ്ങനെ അർത്ഥപൂർണമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈവനിങ് ഡിവോഷന് നേതൃത്വം നൽകി ഏറ്റവും ബഹുമാനമുള്ള റെനി ജോൺ പുന്നച്ചനോട് നന്ദി ഇപ്പോൾ അറിയിക്കുന്നു. ഇപ്പോൾ ആൽഫാച്ചൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് അഭിവന്യ തിരുമേനി ആശീർവാദം പറഞ്ഞ് ഈവനിങ് ഡിവോഷൻ അവസാനിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ യൂത്ത് കോൺഫറൻസിൽ അവിടുന്ന് തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഡയോസിനെ കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. തിരുമേനിയെ ഓർക്കുന്ന ജനപ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വർഷത്തെ കോൺഫറൻസ് കർത്താവ് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവ്, പ്രത്യേകിച്ച് ഈ സന്ധ്യ ആരാധനയിൽ അവിടുത്തെ സാന്നിധ്യം നൽകിയല്ലോ. ലക്ഷ്യബോധമുള്ള യൗവനക്കാരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണം. തിരുസിനെ തലവണക്കിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയാലും നിറയ്ക്കണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, കടക്കാടികൾ ക്ഷമിക്കുന്നത് പോലെ രാജ്യശക്തിയും മഹത്വം നേക്കനുള്ളാവുന്നു. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ.